ഹലോ ഹലോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. പുതിയ വീഡിയോ എന്ന് പറയുന്നത് ത്രെഡിങ് വീഡിയോ ആണ്. ത്രെഡിങ് ചെയ്യുന്നത് ഇവളും ഞാനാണ്. എനിക്കാണ് ചെയ്യുന്നത്. ത്രെഡിങ് എന്ന് വെച്ചാൽ നമ്മള് കുറേ നാൾ ഞാൻ ത്രെഡിങ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇപ്പോഴും ഒരു പേടിയാണ്. കാരണം ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ ആ വേദനയും ഭയങ്കര വേദന, അത് കാരണമാണ് ത്രെഡിങ് ചെയ്യാത്തത്. വേദനയും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴേ പേടിയാണ്. ഞാൻ ഇന്നോരോ വിശേഷങ്ങൾക്ക് മാത്രമാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഓണം, വിഷു അങ്ങനെയുള്ള പ്രത്യേക വിശേഷങ്ങൾ വരുമ്പോൾ മാത്രമാണ് ത്രെഡിങ് ചെയ്യാറുള്ളൂ. അപ്പം എന്തായാലും അതന്നെ, ഇത് എൻ്റെ മോനാണ്, നിഹാൽ എന്നാണ് പേര്. അപ്പോൾ കുട്ടിയുണ്ട് വീഡിയോയിൽ, നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ കാണാം. അപ്പോൾ ഓക്കെ, നമുക്ക് ത്രെഡിങ്ങിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ ത്രെഡ് ചെയ്യാനോട് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇതാ ചേച്ചിത് എവിടെ ഇരുന്നു. അപ്പം നമുക്ക് ത്രെഡിങ് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്യാൻ പോവാണ്. അതിന് കുറച്ച് പൗഡർ വേണം. പൗഡർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം നമുക്ക് ഹെയർ കിട്ടാനാണ് നമ്മൾ പൗഡർ ഇടുന്നത്. അപ്പോൾ എടുക്കാം. ഇവിടെ ഉണ്ണി ഉള്ളത് കൊണ്ടേ അവൻ സമ്മതിക്കണില്ല. അപ്പം നമ്മൾ ത്രെഡിങ് സ്റ്റാർട്ട് ചെയ്തു. കുറേ നാളെ ചേച്ചി ത്രെഡ് ചെയ്തിട്ട്. അപ്പം അതിൻ്റെ വേദനയും നന്നായിട്ടുണ്ടാവും. പിന്നെ നല്ല കട്ടിയുള്ള ഹെയറാണ്. അപ്പം ഞാൻ പതുക്കെ പതുക്കെയാണ് എടുക്കുക. നമ്മൾ പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് സ്കിന്ന് പൊട്ടാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ എടുക്കണേ. പതുക്കെ പതുക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും. പക്ഷെ ആളെന്നോട് പറഞ്ഞു പതുക്കെ പതുക്കെ എടുത്താൽ മതി എന്ന്. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പതുക്കെ എടുക്കണത്. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ അടി വരെയാണ് ഹെയറുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിരിയുണ്ട്. ഇതേ കണ്ടില്ലേ, ആൾക്ക് നമുക്ക് വേദന വന്നു കഴിഞ്ഞാൽ ചിരിയും വരും, കണ്ണിൽ നിന്ന് വെള്ളം വരും. എന്നാൽ ത്രെഡിങ് ചെയ്യണം. ഇതാണ്. അപ്പം വേദന എടുത്താലും ആൾ കുറച്ച് നേരം സഹിച്ചിരുന്നു. അപ്പം അങ്ങനെ അടിഭാഗം എടുത്തു കഴിഞ്ഞു. ഇനി മോൾ ഭാഗമാണ്. മോൾ ഭാഗം എടുക്കുമ്പോൾ നമുക്ക് അധികം വേദന ഉണ്ടാവില്ല. അടിഭാഗത്തിനേക്കാളും കുറവായിരിക്കും വേദന കുറവെന്ന് പറഞ്ഞാൽ വേദന അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് കണ്ണിൻ്റെ അടിയിൽ സ്കിന്ന് വളരെ സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ അവിടെ നിന്ന് എടുക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ മുകളിൽ ഇത്തിരി കട്ടുള്ളത് കൊണ്ട് ആൾ മുകളിൽ കുഴപ്പമില്ലാണ്ട് ഇരുന്നു. ഇനി അടുത്തത് നെക്സ്റ്റ് പിരിയനാണ്. അതും എടുക്കുമ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു. നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. കണ്ണിൻ്റെ അടിഭാഗത്ത് എടുക്കുമ്പോഴാണ് നന്നായി നമുക്ക് വേദന എടുക്കുന്നത്. കണ്ടപ്പോൾ വേദന എടുത്ത കാരണമാണ് ഇങ്ങനെയൊക്കെ ചിരിക്കണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആൾ പിടിക്കും. എങ്ങനെയായാലും കുറച്ച് നേരമൊക്കെ എടുത്തു ഒന്ന് ത്രെഡ് ചെയ്ത് കഴിയാൻ. ആൾക്ക് വേദന എടുത്തിട്ടും അതിൻ്റെ ഇടയിൽ ചിരിയും പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരലും ഇങ്ങനെയൊക്കെ. അപ്പോൾ 1 മിനിറ്റ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ കാരണമാണ് ഇപ്പോൾ എനിക്കിരിക്കുന്നത്. ആൾക്ക് കണ്ണുറക്കാൻ പറ്റണില്ല. അപ്പം നമ്മുടെ പുരികം കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നെറ്റീമത്തെ മുടിയാണ്. ഈ നെറ്റീമ കുറേ മുടിയുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റി നല്ല കളറൊക്കെ പോലെ തോന്നും. അതുകൊണ്ടാണ് നമ്മൾ നെറ്റിയിലത്തെ മുടി എടുക്കണത്. അങ്ങനെ എടുത്താൽ തന്നെ നമ്മൾക്ക് ഫേസിന് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അധികം കയറ്റണത് ചേച്ചിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ എനിക്ക് എടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ എടുക്കൽ കഴിഞ്ഞു. ത്രെഡിങ് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവള് ചെയ്യണതല്ലാണ്ട് പുറത്ത് പോയിട്ട് ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല. കാരണം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചിലരിങ്ങനെ കനം കുറച്ച് നല്ലോണം ഇതാക്കി വയ്ക്കും. അപ്പോൾ ഇവളാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്നൊക്കെ അറിയാം. പിന്നെ നമുക്കിപ്പോൾ കുറച്ച് വേദന എടുത്താലും നമ്മുടെ വീട്ടിൽ നമ്മുടെ അനിയത്തിയാണല്ലോ, അതുകൊണ്ട് അത്രയ്ക്ക് വലിയ പ്രശ്നമില്ല. പുറത്തൊക്കെ ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തതൊക്കെ വരും. അങ്ങനെ എന്തായാലും എനിക്കിഷ്ടമായി. കണ്ടില്ലേ, എല്ലാം നന്നായി എടുത്തിട്ടുണ്ട്. ഫോർഹെഡൊക്കെ നന്നായി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട്. വീട്ടിലും ഞാൻ തന്നെയാണ് എടുക്കുക. അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ ഞാൻ തന്നെയാണ് എടുക്കുക. അവർക്ക് ഞാൻ എടുക്കുന്നത് ഇഷ്ടമുള്ളൂ. പുറത്ത് പോയിട്ട് എടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇനിയും ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.